ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർത്തു ഞാൻ എപ്പോഴും കെട്ടുന്നൊരു ഹെയർ സ്റ്റൈലാണ് ഇത് ഇങ്ങനെ. കാരണം ഭയങ്കര സിമ്പിളാണ്. നമ്മളിപ്പോൾ എൻ്റെ കേളി ഹെയർ ആണല്ലോ, അപ്പോൾ എൻ്റെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ പലരോടും പറയുന്ന സമയത്ത് വിശ്വസിക്കത്തില്ല എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ എൻ്റെ സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് കേളി ഹെയർ ആയതാണ് എനിക്കങ്ങനെ. അതിൻ്റെ ഞാൻ വീഡിയോ വേറെ പറയാം, എങ്ങനെയാണ് കേളി ഹെയർ ആയത്, ഞാനിപ്പോൾ എങ്ങനെയാണ് എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുക എന്നുള്ള വീഡിയോ ഞാൻ വരുന്ന വഴിക്ക് ഇടുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഈ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈക്ക് മുടി എത്ര ഭയങ്കര വെരി ബാഡ് ഹെയർ ഡേ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഗുഡ് ഹെയർ ഡേ എന്ന് പറയുന്നത് ബാഡ് ഹെയർ ഡേ എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെ ബാഡ് ഹെയർ ഡേ ആവുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിളായി നിൽക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇത്. കാരണം ബണ്ണാണ്, ആരും മുടി എങ്ങനെയാണെന്ന് കാണുന്നില്ല, മുന്നിൽ മാത്രം ജസ്റ്റ് കേൾ ചെയ്തിട്ട് സ്ട്രേറ്റ് ചെയ്തിട്ടാൽ മതി. ഞാനിപ്പോൾ സ്ട്രേറ്റ് ചെയ്യാറില്ല യൂഷ്വലി, ബിക്കോസ് എനിക്ക് സ്ട്രേറ്റ് ചെയ്യുന്ന മടുത്തു. എനിക്കിപ്പോൾ എൻ്റെ കേൾസ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ സ്ട്രേറ്റ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. ചില സമയങ്ങളിൽ ഫ്രണ്ട് ഭാഗത്ത് സ്ട്രേറ്റ് ചെയ്യാറുണ്ട്. ഫുൾ ഹെയർ സ്ട്രേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ കാലമായി. ഐ സ്റ്റാർട്ടഡ് ലവിങ് മൈ കേൾസ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് കുറച്ച് കാലം മുമ്പ് വരെ എനിക്ക് കുറേ കേൾസ് ഇഷ്ടമല്ലായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഫ്രിസി ആയിട്ടായിരുന്നു കിടക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് നടക്കാൻ പഠിച്ചപ്പോഴത്തേക്കും നന്നായി നടക്കുന്ന കാരണം ഇപ്പോൾ എനിക്കിഷ്ടമാണ്. അപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഇന്ന് ഞാൻ ഈ ബൺ ഹെയർ സ്റ്റൈൽ 3 അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്, 2-3 അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് മെയിനായിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ കെട്ടുന്ന സമയത്ത് എന്നോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ കെട്ടണേ, ബിക്കോസ് ഞാൻ യൂഷ്വലി നന്നായിട്ട് കെട്ടാറുണ്ട് ഈ സംഭവം. അപ്പോൾ കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത രീതിയിൽ എനിക്ക് ഹെയർ ബൺ കെട്ടാൻ അറിയാം. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഹെയർ ബൺസ് കാണിച്ചു തരാമെന്നുള്ളത്, എങ്ങനെയൊക്കെ കെട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി കെട്ടിയിരിക്കുവാണല്ലോ, അപ്പോൾ ഞാനത് ഊരിയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓൾസോ കേസ് നമ്മൾ പറയല്ലോ, നമ്മളൊരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ബോറാൻ വേണ്ടി കറക്റ്റ് ആ സമയത്ത് മുടി നിൽക്കുന്നതല്ല. അതുപോലെ തന്നെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ എൻ്റെ മുടി ഒട്ടും സഹകരിക്കുന്നില്ല കേസ്. ഇന്ന് നല്ല എണ്ണമയമുണ്ട്, ഒട്ടും നന്നായിട്ട് കേൾസ് കിടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കും, നമ്മൾ അങ്ങനെയാണ്, നോ മാറ്റർ വാട്ട് നമ്മൾ വീഡിയോ എടുത്തിരിക്കും. അപ്പോഴത്തേക്കും ഇതാണിപ്പം മുടിയുടെ കോലം. ഭയങ്കര എണ്ണമയത്തിലാണ് ഇരിക്കണത്. കാരണം മുന്നിലാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ കുറച്ച് എണ്ണമയമുണ്ട്. മുന്നിൽ എണ്ണയായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും കേട്ടോ. നമ്മൾ വലിച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുമല്ലോ, അതാണ് നമ്മൾ കേളി ഹെയർ കോംബ് ചെയ്ത് കഴിഞ്ഞാൽ ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രിസി ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും. നല്ല രസത്തിലല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക, ഫ്രിസി ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഞാൻ എങ്ങനെ കെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും ഞാനിപ്പോൾ എന്നെ നോക്കി കേട്ടോ പറയുന്നത്. അപ്പം കണ്ണിങ്ങനെ മാറിപ്പോയിരിക്കും, എന്നെ നോക്കിയാണ് ഞാൻ ചെയ്യണത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനെപ്പം ഹെയർ സ്റ്റൈൽ ബണ്ണ് കെട്ടുന്ന സമയത്തും ഒന്നെങ്കിൽ മിഡിൽ പാർട്ടീഷൻ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് 2 സൈഡ് പാർട്ടീഷനും എടുക്കാറുണ്ട്. ഞാൻ ബാക്കിലേക്ക് ഫുള്ളി ബണ്ണ് കെട്ടുന്നത് ഭയങ്കര കുറവാണ്, ബിക്കോസ് എനിക്കെന്തോ ഫുള്ളി ബാക്ക് എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു പാർട്ടീഷൻ നടുവിലോ അല്ലെങ്കിൽ 2 സൈഡും എടുക്കാറുണ്ട്. പിന്നെ നമുക്ക് നടുവിലെടുക്കാം. അപ്പോൾ നടുവത്തെ ഈ 2 ഞാലികൾ നമ്മളിവിടെ ഇടുന്നു. പിന്നെ മുടി ഫുൾ ടോൺ വേണമെങ്കിൽ ഇത്ര ഇടാം, അല്ലെങ്കിൽ ഇത്ര തന്നെ ഇടാം അല്ലേ, ഇത്ര മുന്നോട്ടിടാം. മുന്നോട്ടിട്ടു. ഓക്കെ, നമ്മൾ ബാക്കിലേക്ക് മുടി എടുത്തു. ഓക്കെ, ബാക്കിലേക്ക് മുടി എടുത്തു. എന്നിട്ട് ഹെയർ ബൺ ഉണ്ട് കയ്യിൽ. ഓക്കെ, ഹെയർ ബൺ വെച്ച് നമ്മൾ നോർമലി മുടി കെട്ടാറില്ലേ, അതുപോലെ മുടി കെട്ടുക. ഒരു ഇതാക്കുക, തിരിക്കുക, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ നിർത്താം. മനസ്സിലായോ? ഇവിടെ ഇങ്ങനെ നിർത്താം. അപ്പോൾ ഈ വാല് കണ്ടോ, ഈ മുടിയുടെ വാല് ഇവിടെ ഇങ്ങനെ കുറച്ച് ബാക്കിയുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇങ്ങനെയായി, ഈ വാല് കുറച്ച് ബാക്കിയുണ്ട്. ആ വാല് നമ്മൾ ഇത് കൂടെ തിരിക്കുക ഇങ്ങനെ, എന്നിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. ചുറ്റാന്നാണ് ഉദ്ദേശം. എന്നിട്ട് ഈ ഹെയർ ബാൻഡ് പിന്നെയും തിരിച്ചിട്ട് ഇത് കവർ ചെയ്യാം. കണ്ടോ? അരേ വാ, അടിപൊളി. കണ്ടോ നോക്കിയിരിക്കുന്നത്? മനസ്സിലായോ? ഇങ്ങനെ ഇരിക്കും ഹെയർ ബണ്ണ്. ഓക്കെ, തരക്കേടില്ലാണ്ട് വന്നില്ലേ? ഞാൻ ഓർത്തുനിന്ന് മുടി സഹകരിക്കത്തില്ല, പക്ഷെ തരക്കേടില്ലാണ്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടോ? അപ്പോൾ നല്ല രസത്തിൽ ബാക്കിൽ ഒരു മെസ്സി ബൺ പോലെ ഇരിക്കും, ഒരു മെസ്സി ആയിട്ടുള്ള ബൺ പോലെ ഇരിക്കുക. നമ്മൾ ഭയങ്കര ഓർഗനൈസ്ഡായി മറ്റേ കൊണ്ടയൊക്കെ കെട്ടിയ പോലെയല്ല ഇരിക്കുക, ഒരു മെസ്സി ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഇരിക്കുക. പിന്നെ എൻ്റെ മുടി കേളി ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ബണ്ണ് കെട്ടിക്കഴിഞ്ഞാലും ഒരു മെസ്സി ലുക്കാണ് യൂഷ്വലി കിട്ടാറ്. അപ്പം ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. ഓക്കെ, 2 സൈഡും ഇങ്ങനെ ഇരിക്കുന്നു. സോറി ഗൈസ്. അപ്പോഴത്തേക്ക് ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത് ഭയങ്കര സിമ്പിളാട്ടോ. ഇങ്ങനെ കറക്കി എറിഞ്ഞ് കുതിർത്ത് അങ്ങോട്ട് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ രണ്ടാമത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ കാണിക്കാം? ഓക്കെ, രണ്ടാമത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വേറെ പാർട്ടീഷൻ എടുക്കുകയാണെങ്കിൽ വേറെ പാർട്ടീഷൻ എടുക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുടി ഗൈസ്, നമുക്ക് നടു മാറിയിട്ട് വേറെ പാർട്ടീഷൻ എടുക്കാം. സൈഡ് എടുക്കാം. ഞാൻ കോമ്പ് ഉപയോഗിക്കാറില്ല കേട്ടോ. കേളി ഹെയർ ആയതിനു ശേഷം ഞാൻ പിന്നെ കോമ്പ് ഉപയോഗിക്കാറില്ല. മുടിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുത്തു. ഇപ്പോൾ ഈ സൈഡ് പാർട്ടീഷൻ മുടിക്ക് എണ്ണമയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരുമാതിരി അവസ്ഥയിലായിരിക്കണത്. പക്ഷെ ഡോണ്ട് മൈൻഡ്. യൂഷ്വലി നല്ല രസത്തിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾസ് ആയിട്ട് കിടക്കുന്നത്, പിന്നെ ഇച്ചിരി ഡിസ്ഓറിയൻറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഡോണ്ട് വറി ഗൈസ്, നമുക്ക് നമ്മുടെ ബണ്ണിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുത്തു. ആസ് യൂഷ്വൽ നമ്മളിങ്ങനെ ബാക്കോട്ട് എടുക്കുവാണേ. ഓക്കെ, സൈഡ് പാർട്ടീഷനായി. ഇതിവിടെ കിടക്കട്ടെ, ഇതിവിടെ കിടക്കട്ടെ, ബാക്കോട്ട് കിടക്കട്ടെ. ഓക്കെ, അപ്പം പാർട്ടീഷൻ എടുത്തു. ഓക്കെ, എടുത്തതിന് ശേഷം എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. എടുത്തിട്ട് ശേഷം ആസ് യൂഷ്വൽ ഇങ്ങനെ മുടി കെട്ടുക. യൂഷ്വലി നമ്മൾ കെട്ടുന്ന പോലെ തന്നെ ഏറ്റവും ടൈറ്റായിട്ടുള്ള രീതിയിൽ വരെ കെട്ടുക. ഏറ്റവും ടൈറ്റ് എത്രയാണോ അത്ര വരെ കെട്ടുക. നിങ്ങൾക്ക് മുടി എത്ര ടൈറ്റിലാണോ ഇരിക്കേണ്ടത് അത്ര വരെ കെട്ടുക. എന്നിട്ട് കെട്ടിയതിന് ശേഷം ഇത് ഏറ്റവും അവസാനത്തെ ടൈറ്റ് കെട്ടുന്ന സമയത്ത് ഇങ്ങനെ ലൂസാക്കി ഇങ്ങനെ അകത്ത് വരെ കൊണ്ടുവരുത്തിച്ച് ഈ സാധനം തിരിക്കുക, ഇങ്ങനെ തിരിച്ചിടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കണ്ടോ, നല്ല ചകിരി പോലെയുണ്ട്, ചൂര് പോലെയല്ല കണ്ടോ. ഇവിടെ ഇങ്ങനെ ചൂര് പോലെയാണ്. എന്നിട്ട് ഈ സംഭവം ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ മറിച്ചിടുക. ഓക്കെ, നിൽക്ക്, സൈഡിലേക്ക് ആക്കി വെക്കട്ടെ. കണ്ടോ കണ്ടോ, ഒന്നും ചെയ്യില്ല, ഭയങ്കര സിമ്പിളാണ്. ബണ്ണ് കെട്ടിയിട്ട് നമ്മൾ തിരിച്ചിട്ട് തന്നെ കമഴ്ത്തി ഇടുക, അത്രയേ ഉള്ളൂ. നല്ലല്ലേ? ഇതായിരുന്നു എൻ്റെ കോളേജിൽ ഞാൻ സ്ഥിരം മുടിയൊക്കെ നമ്മൾ വൃത്തിയായിട്ട് തോന്നുന്ന സമയത്ത് ഞാൻ സ്ഥിരം ഇട്ടുകൊണ്ട് പോകുന്ന ഹെയർ സ്റ്റൈലാണ് ഇത്. കാരണം ഇത് ഭയങ്കര എളുപ്പം. രാവിലെ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ ഇടുക, മുടി മുന്നോട്ടിടുക, കഴിഞ്ഞു. അപ്പം മുടി മുന്നോട്ട് കൊണ്ടിടുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കും. ഇഷ്ടമായല്ലോ? ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഞാൻ ആലോചിക്കുക എന്താണെന്നുള്ളത്. ഒറ്റ മിനിറ്റ്, ഒരെണ്ണം കൂടെ ഉണ്ട്, എന്താ നോക്കട്ടെ. മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ബണ്ണ് തന്നെയാണ്. പക്ഷെ അതൊരു ചെറുതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, അപ്പർ ബണ്ണായിട്ടല്ല ഇരിക്കുന്നത്, കുറച്ച് ലോവർ ബണ്ണായിട്ടാണ്. കുറച്ച് ലോവർ ബണ്ണായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് അത് എന്താണെന്ന് നോക്കാം. ഈ പാർട്ടീഷൻ തന്നെ എടുക്കാം അല്ലേ? നമുക്ക് സൈഡ് പാർട്ടീഷൻ തന്നെ എടുക്കാം. ആസ് യൂഷ്വൽ നമ്മൾ ബാക്കിലേക്ക് മുടി എടുക്കുന്നു, കാരണം ബണ്ണിന് എടുക്കാനുള്ളത് ബാക്കിലേക്ക് മുടി എടുക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടി കെട്ടുന്ന പോലെ തന്നെ രണ്ടാമത്തെ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, കെട്ടുക. ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള വരെ നമ്മളിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക സാധനം. എന്നിട്ട് പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ആക്കുക, ഇത്രയും വരെ പോവുക. രണ്ടാമത്തേൻ്റെ അകത്ത് നമ്മൾ ഈ സാധനം മുകളിലേക്ക് ആക്കിയായിരുന്നു, അതിന് പകരം ഇത് താഴെ തന്നെ വെക്കുക. കണ്ടോ? ഓക്കെ, എന്നിട്ട് ഈ സാധനം ഉള്ളിൽ ഇങ്ങനെ ആക്കി വെക്കുക. ഓക്കെ, മൂക്ക് ചൊറിഞ്ഞു, സോറി. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കും. കണ്ടോ? ക്ലാസ്സിയാണ്. ബിക്കോസ് നമ്മൾ പണ്ടൊക്കെ പറയുന്നത് അമ്മച്ചിക്കെട്ട് നമ്മൾ പറയത്തില്ലേ, അതുപോലെ തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു നമ്മുടെ അമ്മമാരൊക്കെ ഈ വീട്ടിലിങ്ങനെ കൊണ്ടു കെട്ടുന്നതാണ് എന്ത് രസമാണ്, നല്ലത്. ഞാൻ ഓർക്കാറുണ്ട് എന്ത് രസത്തിലെ മുടി ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത്. നോർമലായിട്ട് അവർ കെട്ടി വെക്കുന്നത്, പക്ഷെ അത് തന്നെ കാണാൻ ഭയങ്കര ഒരു ഭംഗിയല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. ജസ്റ്റ് നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് കണ്ടോ ഇങ്ങനെ ആക്കി വെക്കുക. അതിൻ്റെ എക്സ്ട്രാ ഇവിടെ വരുന്ന ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് ഭയങ്കര സിമ്പിൾ, ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇടുക, ഇങ്ങനെ കയറ്റി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതും ഞാൻ കോളേജിലേക്ക് മിക്ക സമയത്തും മുടി ഒന്നും കെട്ടിയിടുമായിരിക്കും ചെയ്യാം. ഊരിയിടുന്ന സമയത്ത് അത്ര നല്ല കേൾസ് ഒക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഊരിയിടുക. അപ്പോൾ കെട്ടിയിടുന്ന സമയത്ത് ഈ മൂന്ന് ഹെയർ സ്റ്റൈൽസാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇതാണ് അടുത്തത്. അപ്പം ഈ 3 ഹെയർ സ്റ്റൈൽസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളതും. സ്ട്രെയിറ്റ് ഹെയറിൽ ഇതെന്തായാലും വർക്കാവും. പക്ഷേ സ്ട്രെയിറ്റ് ഹെയറിൽ നമ്മൾ രണ്ടാമത് ചെയ്തത്
ചിലപ്പോൾ ഇങ്ങനെ തെറിച്ചായിരിക്കും നിൽക്കുക, അറിയത്തില്ല നന്നായി നിൽക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അത് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ അറിയിക്കണം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾ എന്നെ അറിയിക്കണം. കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ട്രൈ ചെയ്യുന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. ഡു സപ്പോർട്ട് മീ മോർ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാനത് പറയും. അപ്പോൾ എന്തായാലും ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.